ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അരിയൊക്കെ കുതിർക്കാൻ വേണ്ടി മറന്നുപോയ സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് റവ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വറുത്തതായാലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത 3/4 കപ്പ് റവയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മളെ പത്തിരിപ്പൊടി, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ പകുതി മതിയാവും, ചെറുതാണെങ്കിൽ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ സവാള എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ കൂട്ടത്തിന് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ല പുളിപ്പുള്ള തൈര് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പുളിപ്പുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 3/4 കപ്പ് റവയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് അധികം വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് അങ്ങ് കിട്ടിക്കോളും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്ത ആ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നുള്ള അതിൻ്റെ പീസൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് മതിയാവും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കുഴിയുള്ള ഒരു ചീനച്ചട്ടിയോ പാത്രം എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് നല്ലൊരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല, അപ്പം അത് കഴിക്കാൻ അത്ര രസമുണ്ടല്ലോ കേട്ടോ. ഉൾഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാത്ത പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മാവ് വളരെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പുറം ഭാഗം നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി ബബിൾസൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എണ്ണ ഒഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഫുള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് മാത്രം മതി കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ട് കിട്ടിക്കോളും. ഇനി ഈ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് കളറൊന്ന് മാറിയിട്ട് വരാൻ വേണ്ടി നമുക്കൊരു 10 സെക്കൻഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് നോക്കേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് കാണുമ്പം എണ്ണ കുടിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ആവശ്യത്തിലുള്ള മാത്രമേ എണ്ണ ഇതിലേക്ക് ഉണ്ടാവൂ, നന്നായിട്ട് എണ്ണ കുടിച്ച് പോകുന്നില്ല. ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് കറിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് അരിയൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.